We'll turn our Bibles to Numbers chapter 32. It is one of the most interesting story in the Bible, and it is very difficult to understand. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാകാനും വളരെ പ്രയാസമുള്ള ഒരു പോർഷനാണ്. ആ കഥയൊന്ന് വായിക്കുകയാണെങ്കിൽ ഒരു സാബത്തിൽ നടന്ന ഒരു കഥയാണ്. ഒരു സാബത്തിൽ നടന്ന കഥ ഒന്ന് വായിക്കുക. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിന് 32 മുതൽ. നമ്പേഴ്സ് ചാപ്റ്റർ 15 verse 32. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ശബ്ബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ ശബ്ബത്ത് നാളിൽ എന്തോ ചെയ്യുന്നത് കണ്ടു. എല്ലാവരും എന്താ പറഞ്ഞു? എന്താ ചെയ്യുന്നത് കണ്ടു? ശബ്ബത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പഴയ നിയമത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. പക്ഷെ ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. വായിച്ചതാണ്. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവൻ അവനെ മോശയുടെയും അഹ്റോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായക കൊണ്ട് അന്നേരം അവർക്കൊരു കൺഫ്യൂഷൻ. ഈ മനുഷ്യനെ എന്തോ ചെയ്യണം? നമ്മുടെ നിയമത്തില് ഇല്ല എന്ന് പറഞ്ഞ് എന്തില്ല? നിയമത്തിലില്ല. ഇനി വായിക്കാതെ നിങ്ങൾ എന്നോട് പറയണേ. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് എന്തോ പറയണം? കൊടുക്കണം. എന്തോ ആയിരിക്കണം കൊടുക്കണ്ടേ? അത് അങ്ങനെ വായിച്ചോണ്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു വായിച്ചു നോക്കല്ലോ. കർത്താവ് എന്താ മറുപടി പറഞ്ഞു? വായിച്ചോ. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് മോശയോട് ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പാളയത്തിന് പുറത്തു വെച്ച് അവനെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. നമുക്കതങ്ങോട്ട് അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ട് പോലും ഇല്ല അല്ലേ? കർത്താവ് ഞാൻ അറിയാം. ഒന്നും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഓർത്തും അതൊന്നും മനസ്സിൽ ഓർത്തും. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ കർത്താവിന്റെ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇന്നത്തെ വിഷയമല്ല. ഹൗ ഡു ഐ നോ ദാറ്റ് ഐ ആം നോട്ട് ബ്രേക്കിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ലോർഡ്? എന്താണ്? ഹൗ ഡു ഐ നോ ദാറ്റ് ഐ ആം നോട്ട് ബ്രേക്കിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്? അതിന് ഇവര് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മറുപടി പറഞ്ഞു. എന്ത് മറുപടി? വായിച്ചേ. The Lord also spoke. പിന്നെയും ഇംഗ്ലീഷിൽ ഇങ്ങനെ the Lord also spoke. അന്നേരം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മാത്രമല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? The Lord also spoke to Moses. എന്തോ പറഞ്ഞു? ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പുണ്ടാക്കുകയും നീല ചരട് കെട്ടുകയും വേണം. നീല ചരട് കെട്ടി വസ്ത്രത്തിന്റെ അടിയിൽ അറ്റത്ത് 4 ഭാഗത്തും കെട്ടിത്തൂക്കണം. കാരണം എന്താ? എന്തിനാ കെട്ടി തൂക്കുന്നത്? അവരെ ഓർപ്പിക്കാൻ. കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചു വായിക്കണം. ഒന്ന് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. വായിച്ചു. അന്നേരം ഒന്ന്, യഹോവയുടെ കൽപ്പന ഓർക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ജീവിതം എന്തോന്നാ? ബിസിയാ. ജീവിതം എന്തോന്നാ? നമുക്കെല്ലാം ഭയങ്കര ബിസിയാ. അന്നേരം ബിസിയുള്ള ലൈഫിൽ കാണാൻ പറ്റുന്ന ചിലതൊക്കെ വേണം. എന്തോന്നാ? യഹോവയുടെ കൽപ്പന ഓർക്കാൻ. So you should have things in your life where you will visually see, which will remind you the commandments of God. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ടി വി ഞാൻ സാധാരണ പറഞ്ഞോട്ടെ, ടി വി കാണാറുണ്ട്. മീൻസ് ഈ എന്തെങ്കിലും കുക്കറി ഷോസും അതും ഇതൊക്കെ കാണും. അപ്പം ടി വി കാണണമെങ്കിൽ ഞാൻ ടി വി ഓൺ ചെയ്യത്തില്ല. മീൻസ് ടി വി അങ്ങനെ എന്തെങ്കിലും കാണണമെങ്കിൽ അതിന് മുമ്പായിട്ട് ലൈക്ക് ഞാൻ അത് ചെയ്തിട്ട് ചെയ്യുമെന്നുള്ളതല്ല, അത് എന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം എന്റെ പ്രാർത്ഥനയും എന്റെ ബൈബിൾ ധ്യാനവും എന്റെ പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ഡേ ടൈം ഓൺ ചെയ്യാൻ പോകും. ഡേ ടൈമിലും ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം ചേച്ചി പറഞ്ഞോണ്ട് എനിക്ക് ഓർമ്മയുള്ള 2-3 കാര്യം ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നത് ഓർത്തിരിക്കും. ഞാൻ എന്റെ പ്രോമിസ് ഉള്ള വാക്യം എന്റെ കയ്യിൽ ഞാൻ അകത്ത് എഴുതി വെക്കാറുണ്ട്. കാരണം കൈ എടുക്കുമ്പോൾ എപ്പോഴും കാണാമല്ലോ.
എപ്പോഴും എഴുതിയത്. ഞാൻ അന്ന് എല്ലാ ദിവസത്തെയും വാക്യം എന്റെ കൈയുടെ അകത്ത്. നിങ്ങൾ ഇത് ചെയ്യാനല്ല പറയുന്നത്. ഓക്കെ, എനിക്ക് വശം വാച്ച് നോക്കുന്നത് എന്റെ ലെഫ്റ്റ് ഹാൻഡില്ല. എനിക്ക് റൈറ്റ് ഹാൻഡിൽ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ വാച്ച് കെട്ടുവാണെങ്കിൽ റൈറ്റിലേക്ക് കെട്ടത്തുള്ളൂ. കാരണം കെട്ടുന്നതിന്റെ റീസൺ ദൈവജനം ഓർക്കണം എന്നുള്ളതാണ്. സോ ഐ ട്രൈ ടു കീപ് തിങ്സ് വിച്ച് ഇസ് നോട്ട് ഓഫ് മൈ പാറ്റേൺ. സോ ഐ റിമെമ്പർ. വർക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിന്റെ അടിയിൽ ബൈബിൾ തുറന്നു വെക്കും. കാരണം കണ്ണെടുക്കുമ്പോൾ കാണാമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തോ നല്ലതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്, മറന്നു പോകരുത്. ഇതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഞാൻ രണ്ടൊന്ന് എടുത്ത് വായിക്കട്ടെ. Deuteronomy chapter 6 verse 8 and 9. So I'm talking about symbols that will remind you. എന്തോ പറയാൻ പോകുന്നത്? Symbols, signs and symbols that you set, that you will remind. You will remind yourself. Deuteronomy 6 verse 8 and 9. വായിച്ചേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 8-9 വാക്യം. You shall bind them as a sign on your hand, and they shall be as frontals on your forehead. ദൈവവചനം എഴുതി നെറ്റി കൊട്ടിക്കാണ്, കയ്യെ കെട്ടി തൂക്കാൻ. എന്തിനാ? നാട്ടുകാർ കാണാനല്ല, എന്നെ തന്നെ റിമൈൻഡ് ചെയ്യാൻ. അത് പോരാ. അടുത്ത വാക്യം വായിച്ചേ. You shall write them on the doorposts of your house and on your gates. എന്തിനാ? കാണുന്നിടത്തൊക്കെ, നിങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ, ഭിത്തിയിലൊക്കെ കാര്യമുണ്ടല്ലോ, എഴുതി ഒട്ടിക്കുക. സോ ഇറ്റ് വിൽ റിമൈൻഡ് യു. കാരണം പിശാചിന് എന്തുവാ ചെയ്യാൻ പറ്റുന്നത്? നമ്മളെ മറവി കൊണ്ടുവരാം. In your business you can forget it. So make sure that you put it in a way that you can see it. മനസ്സിലായോ പറഞ്ഞു? Make sure that you put it in a way that you can see. കണ്ടോണ്ടെന്നാ വായിച്ച തിരിച്ച് സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിന്റെ 39 താഴോട്ട് വായി. Why is it written? Numbers. ഒന്ന് ഓർക്കണം, ഒന്ന് പറഞ്ഞേ. ഒന്നെന്തോ ഓർക്കണം, അന്നേരം കാണുമ്പോ ഓർക്കണം, അനുസരിക്കാൻ ചിന്തിക്കണം. ഓക്കെ, അന്നേരം എന്ത് ചെയ്യാന്നറിയാം? ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ഇപ്പൊ 2-3 കാര്യം ചെയ്യാം. ഫോണിൽ അലാറം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അലാറം വെക്കുവോ? എല്ലാ 1 മണിക്കൂറും അലാറം അടിക്കുമ്പോ എന്തുവാ മനസ്സിൽ ചിന്തിക്കേണ്ടെന്നറിയാമോ? പ്രാർത്ഥിക്കണം. These are reminders that you can keep. അതിപ്പോ എല്ലാം ഒരുപോലെ എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല, മനസ്സിലായില്ലേ? ബട്ട് യു ഷുഡ് ഡു തിങ്സ് ദാറ്റ് വിൽ റിമൈൻഡ് യു ടു ഒബേ. മാത്രമല്ല, പിന്നെന്താ പറഞ്ഞേ? നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും. അന്നേരം ഇത് കണ്ടാലേ ലോകത്തിന്റെ സ്പീഡിൽ ഓടാതിരിക്കാനും കൂടെ ഓർക്കത്തുള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് റിമൈൻഡിങ് ദ ലോ ഓഫ് ദ ലോർഡ്, ഇറ്റ് ഇസ് ഓൾസോ റിമൈൻഡിങ് ദാറ്റ് ഡോണ്ട് ബി ലൈക്ക് ദ പീപ്പിൾ ഇൻ ദ വേൾഡ്. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ ചുറ്റിനും പോകല്ലെന്ന് ചിന്തിക്കുന്ന ഞാൻ പലപ്പോഴും, നമ്മളിപ്പോ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഏതൊരു ചർച്ചിൽ പോവാ, ആ ചർച്ചിന്റെ പാസ്റ്റർ വിളിക്കുവാണ്, എളുപ്പം എഴുന്നേറ്റ് എന്ന് ഫോൺ TV ഒക്കെ വേണം ഓഫ് ചെയ്ത്. കാരണം എന്തെന്നാ? ഇറ്റ് ഇസ് എ റിമൈൻഡർ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ആൽബം മാത്രമേ സംസാരിക്കത്തുള്ളല്ലോ. ബട്ട് ക്രിയേറ്റ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ യുവർ ലൈഫ് ദാറ്റ് യു ബിക്കം അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. ഇത് കർത്താവ് ഇങ്ങനെ പറയും മാത്രമല്ല. ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. Deuteronomy 22 verse 12. Deuteronomy 22 verse 12. Make tassels on the 4 corners of the cloak. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിരുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ ചെയ്യുമ്പോൾ യു ഷുഡ് ക്രിയേറ്റ് എന്താ? tassels. 22 verse 12. കിട്ടിയോ? നീ പുതയ്ക്കുന്ന മേലാടയുടെ 4 കോണിലും കൊടുക്കും. ഇങ്ങനില്ലാതെ ഇവര് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു, ഇങ്ങനില്ലാതെ ഇവര് പുറത്തു പോകത്തില്ലായിരുന്നു. സ്കാർഫ് മാത്രമല്ല, ഇവരുടെ വസ്ത്രത്തിന്റെ അരികില് ഇവര് all the 4 corners you will do. For what? ഇനി ഈ ഒരു കാര്യം എന്തോ പറ്റിയെന്നറിയാം? Numbers 15 verse 14 പറയുന്നുണ്ട്, you will remember to do all the commandments and be holy to your God. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്തനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ ദൈവത്തിന് ഇവരെന്തോ ഓർത്തെന്നറിയോ? ഇത് കെട്ടി തൂക്കിയ വിശുദ്ധരാ, ഇത് കെട്ടി തൂക്കിയ വിശുദ്ധരാവും. Matthew 23 verse 5. Matthew 23 verse 5. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ
സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോകും. മാത്യു 23:5. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഉം. മനുഷ്യർ കാണേണ്ടതിനത്രേ അന്നേരം ഈ ചെയ്തതെല്ലാം എന്തോന്നാ? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സിമ്പിൾ വെക്കുമ്പോൾ നാട്ടുകാർ കാണുന്ന രീതി വെക്കരുത്. ഞാൻ പറഞ്ഞ കേട്ടോ, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത് ഇതങ്ങോട്ട് കെട്ടി തൂക്കി ഇട്ടപ്പോഴത്തേക്കിന് കാണുമ്പോൾ എന്താ, ഞാൻ വിശുദ്ധനാ. അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്ന രീതിയിലാകരുത്. നമുക്കിപ്പോ എങ്ങനെയാ, വലിയൊരു വാക്യമൊക്കെ നോക്കി നമ്മൾ വെക്കുന്നത് നമ്മൾ കാണാനല്ല, മറ്റുള്ളവർ കാണും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നത് നമ്മളെ റിമൈൻഡ് ചെയ്യാൻ, അല്ല ഞാൻ കർത്താവിന് ബിലോങ് ചെയ്യുന്നെന്ന് കാണിക്കാനല്ല. ഞാൻ പറഞ്ഞ കേട്ടല്ലോ. ഇനി ദ എഫക്ട് ഓഫ് ഓൾ ദിസ്, രണ്ടു കാര്യങ്ങൾ വായിക്കാം. 1 Samuel 24:4. ഏത് ദിവസം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുന്നതിന്റെ ഒരു ശൗൽ ഒരിക്കൽ ഒരു കേവിൽ പെട്ടുപോയി. ആ കഥ ഓർക്കുന്നുണ്ട്? ശൗലിന്റെ വസ്ത്രം മുറിച്ചത്. വസ്ത്രമല്ല ശരിക്കും മുറിച്ച്, ഈ ടാസിലാ മുറിച്ച്. ആ ദ ഫ്രഞ്ച് വേദോസത്തിൽ എപ്പോഴും ഫ്രഞ്ച് എന്ന് കാണുമ്പോഴും ടാസിൽ എന്ന് കാണുമ്പോഴും കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതാ. അതിനെ പോയിട്ട് വെട്ടിയത് ഏതാ? അതിന് തിരിച്ചു വന്നപ്പോ ദാവീദിന് ഇത്രയും കുറ്റബോധം തോന്നാൻ എന്നാ കാരണം എന്നറിയോ? അത് വെട്ടിയോണ്ടാ, മനസ്സിലായില്ലേ? അത് വെട്ടിയോണ്ട് പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം this is 1 Samuel chapter 24:4. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ, ഈ അറ്റം എന്ന് പറയുമ്പോ എന്ത്, ഈ ടാസിൽ കട്ട് ചെയ്തോണ്ടങ്ങ് പോയി. പക്ഷെ പിന്നെ കുറ്റബോധം സഹിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പാരഫ്രൈസ് ചെയ്യുക. ദാവീദ് എന്തായിരിക്കും ഓർത്തെന്നറിയോ? ഓർക്കാൻ പറ്റത്തില്ല. അവനിനി ഓർക്കാൻ പറ്റത്തില്ലല്ലോ. ഓർക്കാൻ പറ്റുന്നതാ വെട്ടിക്കൊണ്ട് പോന്നെ. അതാ കുറ്റബോധം വന്നിട്ട് ഹി സറണ്ടേർഡ് അല്ലേ? അങ്ങനെ പറയുന്നത്. ശൗലിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അയ്യോ ഞാനിത് ചെയ്തു പോയി. ശൗലിനെ അത് വിട്ടുകൊടുക്കാൻ തോന്നിയത് കാരണം ശൗലും ഓർത്തു കാണും, ഞാൻ ദൈവവചനം ഓർക്കേണ്ടതാണല്ലോ ഇവ വെട്ടിക്കൊണ്ട് പോയത്. It was so important to them. This was so important to them. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യവും 4-6 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവര് ജെറിക്കോ ക്രോസ് ചെയ്യുമ്പോൾ, when they were crossing Jordan to go into Canaan. Joshua 4:3 and verse 6. Verse 3. 4 verse 3, 6. And command them, saying, take up for yourselves 12 stones from here, out of the middle of Jordan, from the place where the priest's feet are standing firm, and carry them over with you, and lay them down in the lodging place where you will lodge tonight. ജോർഡൻ ഡിവൈഡ് ആയി. പടം പറഞ്ഞു, ജോർഡനിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ കല്ല് ചുമക്കണം. 12 കല്ല് ചുമക്കണം. വലിയ കല്ല് കൊണ്ടുപോയിട്ട് നിങ്ങൾ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഉരുട്ടി വെച്ചേക്കണം. എന്തിനാന്നറിയാം? നിങ്ങളുടെ പിള്ളേര് ചോദിക്കും ഈ കല്ല് എന്നുവാ. That time you will remind them God divided Jordan. Oh, hallelujah. So this was the way God worked in God's people. God wanted to set symbols and signs so they will remember. They will remember. Joshua 4:6. ഒരാടെയാണ്. ഇനി ഞാൻ 3-4 പ്രോമിസ് ഈ ഫ്രിഞ്ചസിനെ കുറിച്ച് ഒന്ന് പറയാം. സോ ഫ്രിഞ്ചസ് മനസ്സിലായല്ലോ. അന്നേരം ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കും നിങ്ങളുടെ സിമ്പിൾസ് എന്തൊക്കെയാണ്. നാട്ടുകാരെ കാണാനല്ല, നമുക്ക് ഓർക്കാം, നമുക്ക് ഓർത്ത് അനുസരിക്കാം. And ask God to make you very creative about it. കേട്ടോ, ദൈവം വളരെ ശക്തമായിട്ട് റൂഫിലോട്ട്. ഇനി I want to share a few promises with you. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 35-36. Matthew 40 verse 35 and 36. നിങ്ങൾ ഈ വാക്യങ്ങൾ അങ്ങ് കാണാൻ പഠിക്കണം. Take it personally to you.
Matthew 14, verse 35 and 36. And when the men of that place recognized him, ആരെ? യേശുവിനെ. Yeshua, they sent word into all that surrounding district and brought to him all who were sick. എല്ലാ രോഗികളെയും കൊണ്ടുവന്നു. എല്ലാ രോഗികളെയും കൊണ്ടെന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ആയിരക്കണക്കിനായിരിക്കും അല്ലേ? പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാരോട് കർത്താവിന് സംസാരിക്കാൻ പറ്റുമോ? പറയത്തില്ല, സമയമില്ലല്ലോ. കാരണം ആകെ 8 മണിക്കൂറല്ലേ ഉണ്ട്. ഇതിന് എന്തോ ചെയ്യാൻ പറ്റുന്നേ? അവിടെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, and they implored him that they might just touch the fringe of his cloak. ഈ ടാസിൽ ഒന്ന് തൊട്ടാ മതി. മലയാളത്തിൽ എങ്ങനെ വായിച്ചു? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം. കൃപയുടെ അകത്ത് they begged him that they can touch the tassel of Jesus. എന്നൊരു ഓർത്തോണം, യേശുവിനും ടാസിൽ ഉണ്ടായിരുന്നു. Even Jesus made sure that he's always reminded of the word of God. It remembers that you belong to Christ. It remembers the word of God. It reminds you to obey. It reminds you to tell no. എന്തൊക്കെയാണ്? It reminds you that you belong to God. It reminds you the word of God. It reminds you to obey the word of God. It reminds you to tell no to sin. Matthew 9, verse 20. യേശുവിന്റെ ശുശ്രൂഷ സമയത്ത് ഏറ്റവും കൂടുതൽ സൗഖ്യം നടന്നത് എങ്ങനെയാണെന്നറിയാം? ഈ വസ്ത്രത്തിന്റെ തൊങ്ങലത്തോട്ട്. ഒരു സ്ത്രീ പറഞ്ഞു, രക്തസ്രാവക്കാരത്തെ സ്ത്രീ. അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ. അതിന് ഒരു വാക്യം മേളിന്ന് വായിച്ചു. അവരിങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നല്ല, at least I could touch the fringe. അല്ല, പിറകിൽ വന്ന അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ന് പറയുമ്പോ എങ്ങനെ? യേശുവിന്റെ വസ്ത്രത്തിന്റെ പുറയുന്ന തൂങ്ങി കിടക്കുന്ന നീല സാധനത്തെ പോയി ഒന്ന് തൊട്ടു. That lady was so confident about that. Your miracle is you touching the symbol that you set, and you have a life behind that symbol. ഞാൻ വെച്ചിരിക്കുന്നു ചില സിമ്പിൾസ് ഒക്കെ ഉണ്ട്. ആ സിമ്പിൾസ് എനിക്ക് സൗഖ്യത്തിന് കാരണമായി മാറും. അത് ഭൗതികമോ ആത്മീയമോ എന്ത് രീതിയിൽ. Is that even if I touch? Luke 8:44 ഇത് തന്നെയാണ്. If I touch the fringe, I will be healed. ഒരു കൂട്ടം ജനത്തിന് ഇത് വലിയ അനുഗ്രഹമായപ്പോൾ ഒരു കൂട്ടം ജനത്തിന് എന്തായി മാറി? ഒരു ശാപമായി മാറി. അല്ലെ? സിമ്പിൾസ് നാട്ടുകാരെ കാണിക്കാനായിട്ട്, when they wanted their righteousness to be noticed by people, the same symbol which was the reason for many healing, അതേ ടാസൽ അവർക്ക് എന്തുമായി മാറി? സൗഖ്യമായി. ഒരു കൂട്ടത്തർക്ക് അത് ശാപമായി മാറി. നമ്മൾ 2 കാറ്റഗറിയിലുമല്ല, നമുക്ക് സിമ്പിളേ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കീപ് സിമ്പിൾസ്. കീപ് സിമ്പിൾസ്. കഥ മറന്നുപോയി. കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യൻ അന്ന് രാവിലെ ഓർത്തില്ലെങ്കിലോ, ഓർത്തില്ലായിരുന്നെങ്കിലോ, അങ്ങനൊരു കാരണം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ടാസൽ ഉണ്ടായിരിക്കണം. TASSEL SSEL. ഹീബ്രു വേർഡില് TZIT. ഇംഗ്ലീഷില് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ടാസൽസ്, TASSELS.
വൈകിയിരിക്കും. കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പോഴും ഉണ്ട് അവർക്കത്. Yeah. ജൂതന്മാർക്കും അറബികൾക്കും ഒക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ അനേകം നല്ല കോളേജുകൾ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിലുണ്ടായപ്പോൾ ഗ്രാജുവേഷനിൽ ക്യാപ്പിൽ ഈ സാധനം വെക്കാനുണ്ടായത് ഈ ടാസിൽ നിന്ന്. പക്ഷെ ഇന്ന് എന്തിനാ ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് അറിയത്തില്ലെന്ന് മാത്രമേ. So let's prayerfully prepare ourselves for Holy Communion. Praise the Lord. And Lord, I pray